എപ്പോഴായിരുന്നു സംഭവം? സാർ, ബോഡി കണ്ടത് ഇന്ന് രാവിലെ ലാബ് അസിസ്റ്റന്റ് വന്ന് ലാബ് തുറന്നപ്പോഴാണ്. പക്ഷേ ഇന്നലെ മുതൽ അയാളെ താമസിക്കുന്ന മുറിയിൽ നിന്നും കാണാനില്ലായിരുന്നു. വീട്ടുകാരെയൊക്കെ വിവരമറിയിച്ചില്ലേ? വീട്ടുകാർ എത്തിയിട്ടുണ്ട് സാർ. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയോ? പോസ്റ്റ്മോർട്ടത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് സാർ. സർജൻ എത്തിയാൽ മാത്രം മതി. ഇവിടെ മുഴുവൻ വിരലടയാള വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കണം. പിന്നെ ഈ ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്ത് ഫോറൻസിക് ലാബിലേക്ക് എത്രയും പെട്ടെന്ന് അയക്കണം. സാർ, ഇയാളാണ് ബോഡി ആദ്യമായി കണ്ടത്. ഇവിടുത്തെ ലാബ് അസിസ്റ്റന്റ് സാർ. ഇയാളുടെ മൊഴി എടുത്തില്ലേ? സാർ, ആ സ്റ്റുഡന്റ് സന്തോഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് സയൻസ് ലാബിൽ നിന്നുള്ള റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ഇതാകെ കുഴഞ്ഞു മറിഞ്ഞ കേസാണല്ലോടോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സന്തോഷിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് തലക്കേറ്റ ശതമൂലമാണ്. മുറിവിലൂടെയാണെങ്കിൽ ധാരാളം രക്തവും പോയിട്ടുണ്ട്. പിന്നെ ലാബിൽ നിന്നും ലഭിച്ച ഫിംഗർ പ്രിന്റ്സ്, അത് ഒരുപാട് പേരുടേതുണ്ട്. അതിൽ കാര്യമൊന്നുമില്ലല്ലോ, അല്ലേ? ദിവസവും എത്രയോ പേർ, അധ്യാപകരും വിദ്യാർത്ഥികളും, അങ്ങനെ നിരവധി പേർ കയറിയിറങ്ങുന്ന സ്ഥലമാണ്. വൺ ഇമ്പോർട്ടന്റ് പോയിന്റ് നോട്ട് ചെയ്യാനുള്ളത്, സംഭവ സ്ഥലത്ത് നിന്നും 2 തരത്തിലുള്ള ബ്ലഡ് സാമ്പിളുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മരിച്ച കുട്ടിയുടേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആ രണ്ടാമത്തെ ബ്ലഡ് സാമ്പിൾ ആരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞോ? അതിന് കുറെ കൂടി ഡീറ്റെയിൽ ആയ ഏതെങ്കിലും ടെസ്റ്റിന് അയക്കേണ്ടി വരും. ഒരുപക്ഷെ ആ രണ്ടാമത്തെ ബ്ലഡ് സാമ്പിൾ കൊലപാതകയുടെ ആയിരിക്കാം, അല്ലേ സാർ? ആ ലാബ് അസിസ്റ്റന്റ് മൊഴിയിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ ചില സംശയങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അയാൾ എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്കും തോന്നി. എനിവേ, സംഭവവുമായി പ്രത്യക്ഷത്തിൽ ബന്ധപ്പെടാൻ സാധ്യതയുള്ള മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യണം. കോളേജിലെ സ്റ്റുഡൻസ്, സ്റ്റാഫ്, പിന്നെ ആ ലാബ് അസിസ്റ്റന്റിനെയും മരിച്ച കുട്ടിയുടെ മുഴുവൻ സുഹൃത്തുക്കളെയും എല്ലാവരെയും. ശരി സാർ. പിന്നെ മറ്റൊന്നുകൂടി, സംഭവം നടന്ന ദിവസം ലാബിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. അന്നത്തെ ആ രജിസ്റ്റർ പരിശോധിച്ചാൽ മതി. മുഴുവൻ പേരുടെയും ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്ത് DNA ഫിംഗർ പ്രിന്റ് ടെസ്റ്റിന് സജസ്റ്റ് ചെയ്ത് ഫോറൻസിക് ലാബിലേക്ക് അയക്കണം. ഒരുപക്ഷെ ആ രണ്ടാമത്തെ ബ്ലഡ് സാമ്പിൾ ആരുടേതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞേക്കും. പ്രസാദ്, സത്യം പറയൂ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ കൊലപാതകം ചെയ്തത്? ഇല്ല സാർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ. പ്രസാദ്, സംഭവം നടന്ന ദിവസം അവസാനമായി ലാബിലുണ്ടായിരുന്നതും ലാബ് ക്ലോസ് ചെയ്തതും നിങ്ങളാണ്. കൃത്യം നടന്നതും നിങ്ങളെ അവിടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള സമയത്ത് പിറ്റേ ദിവസം രാവിലെ ആദ്യമായി ലാബ് തുറന്നതും നിങ്ങളാണ്. അതുപോലെ ലാബിന്റെ
മുക്കുമൂലയെ കൃത്യമായി അറിയുന്ന വ്യക്തി നിങ്ങളാണ്. കുറ്റം സമ്മതിക്കണോ നല്ലത്? സാഹചര്യ തെളിവ് നിങ്ങൾക്കെതിരാണ് പ്രസാദ്. ഇല്ല സാർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ. കാച്ചിം, നിങ്ങളെയൊക്കെ വീണ്ടും ബുദ്ധിമുട്ടിപ്പിക്കേണ്ടി വന്നതിൽ ക്ഷമിക്കണം. ലാബിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സന്തോഷിന്റെ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന് തെളിയിക്കേണ്ടത് ഞങ്ങളുടെയൊക്കെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായിരുന്നു. നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ടും ഫോറൻസിക് സയൻസിന്റെ വൈദഗ്ധ്യം കൊണ്ടും യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. പറയൂ സർ, സന്തോഷിന്റെ മരണം കൊലപാതകമാണെങ്കിൽ ആരാണത് ചെയ്തത്? പറയാം.
സ്ഥലത്തു നിന്നും ഞങ്ങൾക്ക് ലഭിച്ച ബ്ലഡ് സാമ്പിളുകൾ DNA ഫിംഗർ പ്രിന്റ് ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ അതിലൊരു ബ്ലഡ് സാമ്പിൾ സന്തോഷിനെ തന്നെ ക്ലാസ്സിലെ മറ്റൊരു വിദ്യാർത്ഥിയുടേതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. മിസ്റ്റർ അശോക്, സത്യം പറയൂ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ സഹകരിക്കുന്നതാണ് താങ്കൾക്ക് നല്ലത്. എന്തിനായിരുന്നു താങ്കൾ താങ്കളുടെ സുഹൃത്തിനെ ഇത്രയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ. ഇത് കൃത്യം നടന്ന സ്ഥലത്തു നിന്നും ലഭിച്ച ബ്ലഡ് സാമ്പിളും നിങ്ങളുടെ ബ്ലഡ് സാമ്പിളും ഒന്നാണെന്ന് തെളിയിക്കുന്ന DNA ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട്. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയോട് ഇതിന്റെ ആധികാരികതയെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? സാർ, ഞാനല്ല സാർ. മുഴുവൻ തെളിവുകളും നിങ്ങൾക്കെതിരാണ് അശോക്. സംഭവ ദിവസം നിങ്ങൾ വളരെ വൈകിയാണ് റൂമിലെത്തിയത്. നിങ്ങളുടെ മാനസിക നില ആകെ തെറ്റിയത് പോലെയാണ്. ഇതൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾ മൊഴി നൽകിയാണ്. അതുകൊണ്ട് എന്തിനായിരുന്നു, എങ്ങനെയായിരുന്നു സന്തോഷിനെ കൊലപ്പെടുത്തിയത് അത് മാത്രമേ ഞങ്ങൾക്കറിയൂ. പറയാം സാർ, ഞാനെല്ലാം പറയാം. വെറും ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് ഞാനത് ആരംഭിച്ചത്. പിന്നെ അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാതായി. അതെ, മയക്കുമരുന്ന്. അതാണ് സാർ എന്റെ ജീവിതം നശിപ്പിച്ചത്. വീട്ടിൽ നിന്ന് കിട്ടുന്ന പണം ഡ്രഗ് വാങ്ങാൻ തികയാതെ വന്നപ്പോൾ ഞാൻ അല്ലറ ചില്ലറ മോഷണവും തുടങ്ങി. ആദ്യമൊക്കെ കൂട്ടുകാരുടെ പേഴ്സിൽ നിന്നും മറ്റും പണം മോഷ്ടിക്കുമായിരുന്നു. അവർ അത് കണ്ടുപിടിച്ചപ്പോൾ പണത്തിന് മറ്റൊരു വഴിയും എന്റെ മുന്നിലില്ലാതായി.